ഹായ് ഹലോ. ഇതല്ലേ ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. ചൂട്. സൂര്യനോടൊന്ന് ബ്രൈറ്റ്നസ് കുറച്ച് വെക്കാൻ പറഞ്ഞാൽ അതും കേൾക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, സഹിക്കല്ലാതെ വേറെ ഒഴിവില്ലല്ലോ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോൻ്റെ അകത്തേക്ക് സ്വാഗതം. റിവേഴ്സ് എടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഇല്ല. എൻ്റെ വണ്ടിയുടെ മൂല എൻ്റെ വീട്ടിലെ മതിലുമല്ലുണ്ടാവും. ടിഷ്യൂ എടുത്ത് കൈ പിടിച്ചാൽ ചൂടുകൊണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോൻ്റെ അകത്തേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ചെറിയൊരു പർച്ചേസിങ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും പെരുന്നാളൊക്കെ അടുത്തോ, അപ്പോഴേക്കും ഷോപ്പിങ്ങിനൊക്കെ പോകാനായോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും ചിലർക്ക്. ഇവിടുന്ന് മെല്ലെ ഇറക്കിയിട്ടില്ല. എൻ്റെ ഫോൺ ഇപ്പം ഫോൺ വേണമല്ലേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒന്നുമല്ല, എനിക്ക് ചെറിയൊരു ഷൂട്ടുണ്ട്. അപ്പം ഷൂട്ടിന് വേണ്ടിയിട്ട് 2 ധാവണി എടുക്കണം. ധാവണി ഓൾറെഡി 3 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കൂടെ കണ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടു. അപ്പം അതിന് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇടുക എന്നല്ലാതെ ഈ റീൽസിൻ്റെ അകത്തൊന്നും ഇനി നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല. നല്ല അടിപൊളി ഒരു പാവാടയും കുപ്പായും ഒരു ധാവണിയായിരുന്നേ. ബ്ലൗസ് അയക്കുന്ന സമയത്ത് എനിക്കിത് കിട്ടാണ്ട് വലിച്ച് കുറച്ച് കീറിയും പോയി. അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പം 2 എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അതല്ലാതെ വേറെ ഏതെങ്കിലും എനിക്കില്ലാത്ത കളറുകൾ അങ്ങാനുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കുകയാണ്. ഞാൻ സംസാരിച്ച് പോകുന്നുണ്ട്. ഒരു പയ്യൻ എന്നെ തന്നെ നോക്കുക. വണ്ടിയിൽ വേറെ ആരെയും കാണുന്നില്ല താനും. ഞാനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പം ഇന്നൊരു ധാവണി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കോഴിക്കോടാണ് പോകുന്നത്. ഉള്ളിയേരി തെറ്റോളം കാറിന് പോവുകയാണ്. ഉള്ളിയേരി എത്തിയിട്ട് ബസ്സിന് പോവുകയാണ്. അല്ലാതെ ഈ ബ്ലോക്കുള്ള സമയത്ത് കാറും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ ഉള്ളിയേരി എത്തി. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം കിട്ടിക്ക് ഒരു മൊബൈൽ. ഒന്നിടങ്ങി നോക്കി കാണട്ടോ. ഒന്നുമില്ല, ചുമ്മാ നമ്മൾ വണ്ടി നിർത്തിയിരുന്ന സമയത്ത് ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ സംഗീതത്തിലെത്തിട്ടോ. സംഗീതത്തിലെത്തി. ഇതവിടുത്തെ ഒരു സ്റ്റാഫാണേ. ഭയങ്കര സ്നേഹം കേട്ടോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ന് പറയാൻ. ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടൊരു ഹായ് പറയാന്ന് പറഞ്ഞിട്ട് ഹായ് പറയുന്ന കേട്ടോ. അങ്ങനെ ഒരുപാട് ധാവണികളൊന്നും ഇട്ട് നോക്കിയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട 2 ഇട്ട് നോക്കി. അത് 2 ഞാൻ എടുത്തു കേട്ടോ. ആദ്യത്തേത് ഇതാണ്. ഈ ഒരു കളറ് എനിക്ക് അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഇതെടുത്തു. പിന്നെ എടുത്തത് ഇതാട്ടോ. അപ്പോൾ ഈ 2 ഞാൻ ഇട്ട് നോക്കിയത്. ഒരുപാട് ഇട്ട് നോക്കിയാൽ എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് നോക്കിയില്ല. ഈ 2 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എടുക്കുന്നു. ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് എടുത്തതാട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എനിക്ക് വീഡിയോ എടുത്തു തന്നതാണ്. അതാ കറങ്ങലും തിരിയലൊക്കെ. അങ്ങനെ ഡ്രസ്സും എടുത്ത് നേരെ ബസ്സിലേക്ക് കേട്ടോ. അരുണിൻ്റെ ഒരു കമ്പനിക്കാരൻ ഉണ്ടായിരുന്നേ. അപ്പം അവരുടെ ബസ്സിലാണ് കയറിയത്. അറിയുന്ന ബസ് പോയാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ ബസ്സിൽ കയറിയിരുന്നപ്പോൾ മക്കളെ എന്തില്ലാത്ത മഴ, എവിടുന്ന് വന്നതാണെന്നറിയില്ല. ഇപ്പോൾ ഓരോരുത്തർ തിരുത്താൻ വരും, മഴ അല്ല മഴ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ജന്മനാ അങ്ങനെ പറഞ്ഞ് പഠിച്ചു പോയടേ, അത് മാറ്റാൻ പറ്റൂല. അതെന്താ എന്ന് എനിക്കറിയില്ല, അതങ്ങനെ തന്നെ ശീലിച്ചു പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ മഴ പെയ്തെങ്ങാൻ കുറച്ചങ്ങോട്ടെത്തിയപ്പം ദേ എൻ്റെ ഡ്രസ്സൊക്കെ വെളിച്ചത്ത് ചാടുന്ന് നിൽക്കുന്നുണ്ടോ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്ലാസ്സിൽ ഒന്നായിട്ട് വെള്ളം അടിച്ച് പുറത്തേക്ക് കാണാതിരുന്നപ്പം ആ ചേട്ടന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പാക്ക് ചെയ്ത ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അതെടുത്ത് കൊടുത്തതാണ്. അതാണ് ഡ്രസ്സൊക്കെ പുറത്ത് ചാടി കിടക്കുന്നത്. എന്തോ മണമുള്ള മാങ്ങ, എന്ത് പൊതിയാടേ. എവിടുന്നോ അടിച്ചു മാറ്റിയ മാങ്ങ. അങ്ങനെ തിരിച്ച് ഉള്ളിയേരി എത്തിയിട്ടുണ്ട്. ഉള്ളിയേരി എത്തി എനിക്ക് മാങ്ങ എവിടുന്നോ ഓടിച്ചെന്ന്. ഇനിയിപ്പോൾ ജസ്റ്റിനൊക്കെ മാങ്ങ മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത വീഡിയോ ആരാച്ചട്ടോള് കണ്ടിട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരും എന്ന് പറയണ്ട, കുറച്ച് ആൾക്കാർ എന്നോട് അന്വേഷിക്കുന്നതാണ് എൻ്റെ സുഹൃത്തിന് എങ്ങനെയുണ്ട്, പിന്നെ കാണാൻ പോയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നേരിട്ട് ഓനെന്ന് കാണാൻ പോവുകയാണ്. ഞാനുണ്ട്, അരുണേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇനി അവിടെ അവനെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ. ഞാനെന്നെ തന്നെ കൊണ്ടുപോകും. വറുത്ത കായ് മുണുങ്ങ് ഉമ്മക്ക് ഞാൻ വരുന്ന അറിയാനുമ്മ. ഇതൊക്കെ ഉണ്ടോ? മീൻകറി ഉണ്ടോ? അങ്ങനെ ചക്ക പുഴുങ്ങിയതും കട്ടൻ ചായ കേട്ടോ. ഒരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പം എന്തൊരു സുഖമെന്നറിയോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തൊട്ടടുത്ത അച്ചാറൊക്കെ കൊണ്ട് തന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കാണ്ടാണ് ചക്ക കിട്ടിയത്. അവൻ്റെ ഉമ്മാക്ക് എനിക്ക് ചക്ക തരാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവിടെ പോയിട്ട് തിന്നാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പ്ലേറ്റ് കാലിയാക്കി കേട്ടോ. ചിക്കൻ്റെ കറിയും കൊണ്ട് തന്നതായിരുന്നു. ഞാൻ മാത്രമല്ല അരുണും കൂടിയിട്ടാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കമ്പനിക്കാരൻ എവിടെയെന്ന്. കമ്പനിക്കാരൻ്റെ മുഖം കാണിച്ചു തരാൻ ഒഴിവില്ല. കൈക്ക് ഇതാണ് പരിക്ക് പറ്റിയത്, പിന്നെ പറ്റിയത് തലക്കാണ്. അത് കാണിച്ചു തരുമ്പം അവൻ്റെ ഫേസിന് കാണണ്ട എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചല്ലേ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ ആളെ കണ്ടല്ലോ, നല്ല ബെറ്റർ ആട്ടോ അവനിപ്പോൾ.